ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ ടിക്കയാണ്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും ഒരുപോലെ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ചിക്കൻ ഇടുക. ഇവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് തൈര് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം. ഇതൊരു 30 മിനിറ്റെങ്കിലും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വിടണം. എന്നാലേ ഇത് നല്ലവണ്ണം സോഫ്റ്റ് ആവുകയുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കാരണം ഇതിൽ ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും എല്ലാം ഇതിൽ ചേരുന്നുണ്ട്.
ഇപ്പോൾ എല്ലാ ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ പാന് മാറ്റി വെക്കാം. വേറൊരു കടായി അടുപ്പിൽ വെക്കാം. ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നേരത്തെ ബാക്കി വന്നിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂക്കുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 തക്കാളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് കൂടി ചേർക്കാം. കസൂരി മേത്തി ഒരു ചീനച്ചട്ടിയിൽ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ചൂടാകുമ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ റിച്ചായി വന്നിട്ടുണ്ട്. കസൂരി മേത്തിയും അതേപോലെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.